തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ 4 പ്രതികളെയും വെറുതെ വിട്ടു. ഒന്നാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കി. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേരളത്തെ പിടിച്ചുലച്ച ഒരു കേസായിരുന്നു ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊലപാതകം. അത് ഉരുട്ടിക്കൊലപാതക കേസ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. 2005-ലാണ് ഈ സംഭവം നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് ഫോർട്ട് പോലീസ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. മോഷണ കുറ്റം ആരോപിച്ചാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് 28 വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രായം. അതിക്രൂരമായി മർദ്ദിച്ചു, അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അന്നത്തെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചത്. പക്ഷേ ക്രൈംബ്രാഞ്ചും പോലീസും ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 2008-ലാണ് ഉദയകുമാറിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പിന്നാലെ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒടുവിൽ 2018-ൽ CBI ചില 6 പ്രതികളെ പ്രതി ചേർത്ത് 6 പ്രതികളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നുള്ള കോടതി വിധി തിരുവനന്തപുരം പ്രത്യേക കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. 2018-ലാണ് ആ വിധി വരുന്നത്. ഇത് ചോദ്യം ചെയ്താണ് നിലവിൽ ഈ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന K ജിതകുമാർ, അതോടൊപ്പം തന്നെ SV ശ്രീകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ ഒന്നാം പ്രതി ജിതകുമാറിന്, രണ്ടാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക കോടതി 2018-ൽ വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിൽ ശ്രീകുമാർ 2020-ൽ മരണമടഞ്ഞിരുന്നു. അങ്ങനെ 5 പ്രതികളാണ് ഇതിലുണ്ടായിരുന്നത്.